സ്വാഗതം സായന്ന റിലേഷൻഷിപ്പ് കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഇന്ന് താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ വൈകാരികമായി മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. വൈ ദേ ആർ ഇമോഷണലി ഡിസ്റ്റൻറ്റ് ഫ്രം യു എന്നുള്ളത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ടാരോ അധ്യാപകനാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ടാരോ എന്ന് കോമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ നമ്പർ താങ്കൾക്ക് അതിന് മറുപടി ആയിട്ട് തരാം. യു ക്യാൻ കോൺടാക്ട് മീ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദേ ഫീലിംഗ്. നമ്മളൊരു കാർഡ് എടുത്തു. സെക്കൻഡ് കാർഡ് എന്താണ് അവർ മറച്ചു വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കാർഡ് പറയും. 3 എന്താണ് അവർ താങ്കൾ അറിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ എന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ 3 കാർഡുകളാണ്. നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമോ നോക്കാം. ആദ്യം എന്താണ് അവർ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ കാർഡ് നോക്കാം. എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 7 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഒരു പോരാട്ടത്തിൻ്റെ കാർഡാണ്. അതായത് ഒരു വ്യക്തി പല ഇതുമായിട്ട് പോരാടുന്ന ഒരു കാർഡാണ്. എപ്പോഴും 7 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടമാണ്. അതായത് അദൃശ്യ ശക്തികൾ നമ്മൾ ആക്രമിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു കാർഡാണ്. ഇതിൽ നമുക്ക് അദൃശ്യമായിട്ട് കാണാം. പക്ഷെ എന്നാലും ഇതിൽ ബാക്കി എല്ലാവരും പോരാളികളും ഈ ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ അവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് അവർ വല്ലാതെ ഒറ്റയ്ക്ക് എന്താ പറയുക ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. എന്താണ് അവർ മറച്ചു വയ്ക്കുന്നത് അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ കാർഡിൽ കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുഖം നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഒരു രാജാവാണെങ്കിലും മുഖത്ത് വലിയ സന്തോഷമൊന്നും നമുക്ക് കാണാനില്ല. അതായത് എല്ലാം നേടി എന്ന് തോന്നുമ്പോൾ കിങ് എന്ന് പറയുന്ന എനർജി ഒരു ക്ലോസിങ് എനർജി എന്ന് പറയും. അതായത് നമ്മൾ വിജയിച്ചു, നമ്മുടെ ഫയറിൻ്റെ ഇതിലെത്തി, എല്ലാം നേടി എന്ന് എന്താ പറയുക അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊരു ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു പവർഫുൾ പോസ്റ്റിൽ അവർ എത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഒറ്റയ്ക്കാണ് പോരാടുന്നത്. പക്ഷേ ഇതൊരു മറച്ചു വയ്ക്കുന്നുണ്ട്. അതേസമയം അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. എല്ലാം നേടിയെങ്കിലും അവരുടെ മുഖത്ത് ആ ദുഃഖം നമുക്ക് കാണാൻ പറ്റും. ഇനി താങ്കൾ എന്താണ് അവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ചോദിച്ചത്. ഇത് അവർ ആഗ്രഹിക്കുന്നതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് ജലത്തിൽ നിന്നും ധനവുമായിട്ട് വരുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം, ധനാഗമ മാർഗം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് താങ്കൾക്ക് ഫിനാൻഷ്യലായിട്ട് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ധനാഗമ മാർഗ്ഗങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീൻ ഇത് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാം. അവർ സെമി ഫിഷാണിത്. ബാക്കിൽ ഫിഷിൻ്റെ ഇത് കാണാം. അതായത് ഇങ്ങനെ ധനം തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരിതാണ്. അതായത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കുറേ കൂടി താങ്കൾ ഫിനാൻഷ്യലി സപ്പോർട്ടീവ് ആയിരുന്നെങ്കിൽ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഊർജ്ജം എന്ന് പറയുന്നത്. ഏകദേശം ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ മാക്സിമം ഉണ്ടാകുന്നൊരു ഊർജ്ജമാണ്. ഇത് കഴിഞ്ഞത് മാഞ്ഞു പോകും. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. താങ്ക് യു.